നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറെ ഞെട്ടലോടുകൂടി കേട്ട വാർത്ത തന്നെയാണ് 3.5 വയസ്സുകാരിയായ പിഞ്ചുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. അതിനേക്കാൾ ഇരട്ടി ഭയത്തോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ് ആ കുഞ്ഞ് കഴിഞ്ഞ 1.5 വർഷമായി പീഡനത്തിന് ഇരയാവുകയായിരുന്നു എന്നുള്ളത്. ലൈംഗികമായി പീഡിപ്പിച്ചത് സ്വന്തം കൊച്ചച്ഛൻ തന്നെയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ തന്നെ അന്യ വീട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ആരെയാണ് ഇന്ന് വിശ്വസിക്കേണ്ടത് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഒരു രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ കുട്ടി മരിക്കുമ്പോൾ, അതായത് കൊല ചെയ്യപ്പെടുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് പോലും അന്ന് രാത്രി പോലും കുഞ്ഞിന് മാരകമായ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ളതാണ്. ആ ചോദ്യം ആ ഒരു കാര്യത്തിൽ തേടി പോയപ്പോഴാണ് കൊച്ചച്ഛൻ്റെ കൂടെയാണ് ഈ കുഞ്ഞ് എല്ലാ ദിവസവും കിടന്നുറങ്ങിയത് എന്ന വാസ്തവം പുറത്തു വരികയാണ്. മാത്രമല്ല, അച്ഛൻ പുറത്തു കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ, അമ്മയോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ, സ്വന്തം ചേട്ടൻ 6ാം ക്ലാസ്സുകാരനായ ചേട്ടനോടൊത്ത് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുഞ്ഞ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് ഈ കൊച്ചച്ഛനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ്. അയൽപക്കക്കാർ അടക്കമുള്ളവർ പറയുന്നത് ഇയാൾ ജോലിക്ക് പോകുമ്പോൾ മാത്രമാണ് കുഞ്ഞിനെ ഒപ്പം കാണാതിരുന്നത്. മറ്റെല്ലാ സമയവും ഈ കൊച്ചച്ഛൻ്റെ കൂടെ എപ്പോഴും ഈ കുഞ്ഞുണ്ടാകുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കാണുന്നവർക്ക് ആർക്കും ഒരു അസ്വാഭാവിക സ്നേഹം ഒന്നും അങ്ങനെയല്ല തോന്നിയിരുന്നത്. ഒരു കൊച്ചച്ഛൻ, അവിവാഹിതനായ ഒരു കൊച്ചച്ഛന് മകളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് തോന്നിയിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, തരക്കാരോട്, അല്ലെങ്കിൽ സമപ്രായക്കാരോടൊന്നും തന്നെ വലിയ കൂട്ടില്ലാതിരുന്ന ആ കൊച്ചച്ഛനും ആ കുഞ്ഞും അങ്ങനെ തന്നെയാണ്. തരക്കാരുമായിട്ട് കുഞ്ഞിന് വലിയ സൗഹൃദമൊന്നും ഇല്ലായിരുന്നു. അംഗനവാടിയിലെ കൂട്ട് മാത്രമേ ആ കുഞ്ഞിന് ഉണ്ടായിരുന്നുള്ളൂ. വീടിന് അയൽപക്കത്തൊക്കെ തന്നെ നിറയെ 3.5 4 വയസ്സ് പ്രായക്കാരായ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരാരുടെയും ഒപ്പം ഈ കുഞ്ഞ് കളിക്കാൻ പോകുമായിരുന്നില്ല. കൊച്ചച്ഛനെ മതി എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അവൾക്ക് എപ്പോഴും കൊച്ചച്ഛനെ മതി, കൊച്ചച്ഛൻ്റെ പിഞ്ചോമനയാണ്, കൊച്ചച്ഛൻ്റെ പ്രിയപ്പെട്ടവളാണ് എന്നൊക്കെ തന്നെ പറയുമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് ഇത്രയും മാനസികമായും ശാരീരികമായും പീഡനം ആ കൊച്ചച്ഛൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഒരു ദിവസം പോലും മാറിക്കിടക്കുവാനോ കൊച്ചച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്ന് പറയുവാനോ കരയുവാനോ അമ്മയോട് എന്തെങ്കിലും കരഞ്ഞു പറയുകയോ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അത്രയ്ക്കും മാനസികമായി കുഞ്ഞിനെ സ്നേഹച്ചതിയിൽ വീഴ്ത്തിയിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞ് ചോദിക്കുന്ന ഇടങ്ങളിലെല്ലാം കൊണ്ടുപോകും. കുഞ്ഞ് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ വാങ്ങിക്കൊടുക്കും. കടപ്പലാരം വേണം എന്ന് പറയുമ്പോൾ, അതായത് കടയിലെ മധുര പലഹാരങ്ങളും പാക്കറ്റ് പൊതികളിലെ ചിപ്സും ഒക്കെ തന്നെ വേണമെന്ന് പറയുമ്പോൾ കൊച്ചച്ഛൻ ഒരു മടിയും കൂടാതെ വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ കൊച്ചച്ഛൻ പറയുന്നതൊക്കെ അനുസരിച്ച്, അതായത് കുഞ്ഞിൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ചാൽ അച്ഛനേക്കാൾ ഏറ്റവും വലിയ സ്ഥാനത്തുള്ളയാളാണ് കൊച്ചച്ഛൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ അച്ഛനേക്കാൾ സ്നേഹം തരുന്നു, അച്ഛൻ തരാത്ത പല കാര്യങ്ങളും വാങ്ങിത്തരുന്നു, അച്ഛൻ കൊണ്ടുപോകാത്തിടങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നു, അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകാത്ത ഉത്സവ പറമ്പുകളിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ കൊച്ചച്ഛനായിരുന്നു എല്ലാം. കൊച്ചച്ഛൻ പലതവണ കുളിപ്പിക്കുന്നു, ഒരുക്കുന്നു, നഴ്സറിയിലേക്ക് വിടുന്നു, നഴ്സറിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കൊച്ചിനെല്ലാം, അതായത് ആ കുഞ്ഞിന്റെ ലോകവും കൂടി കൊച്ചച്ഛനായിരുന്നു എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഈ സൈക്കോപാത്ത് ആ കുഞ്ഞിനെ മാറ്റിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഏകദേശം അയാളുടെ മൊഴി അനുസരിച്ച് 1.5 വർഷത്തോളം കുഞ്ഞിനെ പീഡനത്തിനിരയാക്കിയിരുന്നു എന്നുള്ളതാണ്. ഈ കുഞ്ഞിനെ ഇനി അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോണിലെല്ലാം തന്നെ ഇത്തരം ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ഇത്തരം ചിത്രങ്ങൾക്ക് അടിമയായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളും പോലീസ് പറയുന്നുണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ കാട്ടി കുഞ്ഞിനെയും ആ രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി. കാരണം നല്ലതെന്താണ് ചീത്ത എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലം, ആരെയാണ് ചൂണ്ടി ഇന്നാരെന്ന് പറഞ്ഞു തരുമ്പോൾ അത് വിശ്വസിക്കുന്ന പ്രായമാണ് ആ കുഞ്ഞു പ്രായം എന്ന് പറയുന്നത്, 3.5 വയസ്സെന്ന് പറയുന്നത്. കൊച്ചച്ഛൻ പറയുന്നതാണ് ലോകം, കൊച്ചച്ഛൻ പറയുന്നതാണ് സത്യം, കൊച്ചച്ഛൻ ചെയ്തതാണ് നല്ല കാര്യങ്ങൾ എന്നൊക്കെ തന്നെ ആ കുഞ്ഞു ഹൃദയം വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആരും അറിയാതെ പോയിരുന്നു ഇതിന് പിന്നിൽ, ഈ സ്നേഹച്ചതിക്ക് പിന്നിൽ കൊടൂരമായ പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫോറൻസിക് സംഘം കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട് പരിശോധിച്ചിരുന്നു. സ്വന്തം വീടിനകത്ത് തൊട്ടപ്പുറത്ത് സ്വന്തം അച്ഛൻ കിടന്നുറങ്ങുമ്പോൾ സ്വന്തം മകൾ തൊട്ടിപ്പുറത്തെ മുറിയിൽ പീഡനത്തിനിരയാവുകയായിരുന്നു എന്ന് അറിയാതെ പോകുകയായിരുന്നു അച്ഛൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ അച്ഛൻ അതായത് മുത്തശ്ശൻ, കുഞ്ഞിൻ്റെ മുത്തശ്ശൻ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. അങ്ങനെ കൂട്ടുനിൽക്കാനായി ഈ അച്ഛനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കൊച്ചച്ഛനോടൊപ്പമായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോളൂ, നീ പോയി അച്ഛൻ്റെ കാര്യം നോക്കിക്കോളൂ എന്നാണ് ഈ കൊച്ചച്ഛൻ പറഞ്ഞിരുന്നത്. അത് പ്രകാരം തന്നെ സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണല്ലോ കുഞ്ഞിനെ ഏൽപ്പിച്ചത് എന്ന വിശ്വാസത്തിൽ അച്ഛൻ കൂട്ടിരിക്കാനായി പോവുകയായിരുന്നു. പക്ഷേ
അപ്പോഴും ഫോറൻസിക് സംഘം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വളരെ നിർണായകമായ തെളിവുകൾ ഈ മുറിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അതായത് ബെഡ്ഷീറ്റിലും അതുപോലെ തന്നെ കിടപ്പുമുറിയിലെ തലയണ കവറിൽ നിന്നും ഒക്കെ തന്നെ പലതരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് സംഘം മനസ്സിലാക്കുന്നത്. എന്തായാലും ഫോറൻസിക് സംഘം കഴിഞ്ഞ ദിവസം വീട്ടിൽ പരിശോധിച്ചിരുന്നു. ഇയാളുടെ മുറി സീൽ വെച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം നിർണായക തെളിവുകൾ ഒരുപക്ഷെ ബന്ധുക്കളാണ്, സഹോദരനാണ്, പോയവർ പോയി, ഇനി ജീവനോടെ ഉള്ളവരെങ്കിലും രക്ഷിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില നിർണായക തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു സംഭവം നടന്ന, ഈ പീഡനം നടക്കുന്ന ഇടത്തെ ആ തെളിവുകളൊക്കെ തന്നെ പരിശോധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്തായാലും സ്വന്തം അച്ഛൻ്റെ സ്ഥാനം നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെ ഇങ്ങനെ ചെയ്യുന്നതിൽ നാട് അമ്പരന്ന് പോവുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു കാരണവശാലും ഇത് നമ്മുടെ കുടുംബത്തിൽ നടന്നുകൂടാ എന്നുള്ളതാണ്. ഇനി ഒരു വീട്ടിലും ഇത് നടന്നുകൂടാ ഇടത്താണ് ഈ കാര്യങ്ങൾ വരുന്നത്. അതായത് അധിക സ്നേഹം, അധികമായി സ്നേഹിക്കുന്നത് അതാരുമായിക്കോട്ടെ, ഒരു പരിധി, ഒരു ലിമിറ്റ് എല്ലാത്തിനും വെക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞിനെ പലരുടെയും കയ്യിലാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ പല വീടുകളിലും നിർത്തിയിട്ട് ആ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്. ആ ജോലിയൊക്കെ തന്നെ എന്തിനാണ് എന്നുള്ളതാണ്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം നമുക്ക് എന്തിനാണ്? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനുമാണ് നിങ്ങൾ ആ ജോലിക്ക് പോകുന്നത് എങ്കിൽ, ഒരു പക്ഷേ വീട്ടിൽ മറ്റാരുമില്ല, കുഞ്ഞ് ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ച് ഒരു പക്ഷേ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇരുന്ന് കുഞ്ഞിനെ മുഴുവൻ സമയം നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ സമൂഹത്തെ ഇനി നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇത്തരക്കാരായിട്ടുള്ള കാമപിശാചികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ മനോനില മാറ്റാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാം എന്നുള്ളതാണ്. അമ്മ എന്ന നിലയിൽ ഇവിടെ അമ്മയും വലിച്ചെറിയുന്നു, അതുപോലെ തന്നെ കൊച്ചച്ഛനും തന്നെ പിച്ച് ചീന്തുന്നു. പക്ഷെ ഒന്നും മനസ്സിലാകാതെ ആ കുഞ്ഞു ഹൃദയം കഴിഞ്ഞ ദിവസവും അംഗനവാടിയിൽ പാട്ടുകൾ പാടി സന്തോഷത്തോടു കൂടി കളിപ്പാട്ടങ്ങളുമൊക്കെയായി ഈ ഓരോ ഈ സമപ്രായക്കാരുടെ ലീഡറായൊക്കെ തന്നെ നിന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ദുഃഖത്തിൽ തന്നെയാണ് ഓരോരുത്തരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഗതി വരാതിരിക്കട്ടെ, ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുകയാണെന്ന് കേരളം. എന്തായാലും ആ കുഞ്ഞ് എന്തുകൊണ്ട് കൊച്ചച്ഛനെ വേണ്ട, കൊച്ചച്ഛൻ്റെ കൂടെ കിടക്കണ്ട എന്നൊക്കെ തന്നെ കരഞ്ഞില്ല എന്ന് പലരും കമൻറ്റുകളായൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം, അയാൾ ആ കുഞ്ഞിനെ സ്നേഹച്ചതിയിൽ വീഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ്.